നമസ്കാരം. കേരളത്തെ നടുക്കിയ കൂട്ടക്കൊല അത് നന്ദൻകോട്ടത്തേതാണ്. അതാരും മറക്കുകയുമില്ല. ആസ്ട്രൽ പ്രൊജക്ഷൻ ദുർമന്ത്രവാദത്തിന്റെ സ്വാധീനത്തിൽ 2017 ഏപ്രിൽ 8-നാണ് കേഡൽ ജിൻസൺ രാജ എന്ന യുവാവ് അച്ഛൻ പ്രൊഫസർ രാജതങ്കം, അമ്മ ഡോക്ടർ ജീൻ പത്മ, സഹോദരി കരോലിൻ, ബന്ധു ലളിത എന്നിവരെ കൊലപ്പെടുത്തിയത്. നന്ദൻകോട്ടെ ക്ലിഫ് ഹൗസിന് സമീപം ബെയിൻസ് കോമ്പൗണ്ടിലെ 117-ാം നമ്പർ വീട്ടിലായിരുന്നു നാടിനെ നടുക്കിയ ക്രൂരത. ഇതിന് സമാനമായി വെഞ്ഞാറമൂട്ടിലെ അഫാന്റെ ക്രൂരതയും വിലയിരുത്തുകയാണ്. 3 വീട്ടിലായി 5 പേരെയാണ് അഫാൻ കൊന്നു തള്ളിയത്. ചെയ്ത ക്രൂരതയെക്കുറിച്ച് കൂസൽ ഇല്ലാത്തവൻ എന്നതാണ് കേഡലും അഫാനും തമ്മിലുള്ള സാമ്യത്തെക്കുറിച്ച് കേരള പോലീസിന്റെ പ്രതികരണം വന്നത്. ക്രിമിനൽ പശ്ചാത്തലമൊന്നുമില്ലാത്ത 23-കാരൻ ഇത്രയും ആസൂത്രിതമായി കൂട്ടക്കൊല നടത്തിയ ഞെട്ടലിലാണ് നന്ദൻകോട്. 5 പേർക്കും ഒന്ന് ഒച്ചവെക്കാൻ പോലും സമയം നൽകാതെയുള്ള കൊല കേരള പോലീസിനെയും ഞെട്ടിക്കുന്നുണ്ട്. അഫാൻ വളരെ കൃത്യമായിട്ടാണ് കൊല നടത്തിയത്. എല്ലാവരുടെയും നെറ്റിക്ക് മുകളിലായിട്ടാണ് ഓരോ അടിയും. അഫാൻ ക്രൂരകൃത്യം നടത്തിയത് ഒറ്റയ്ക്കാണെന്ന CCTV ദൃശ്യങ്ങളിൽ വ്യക്തം. സമാനമായി ഒറ്റയ്ക്കായിരുന്നു കേഡൽ ജിൻസൺ രാജയുടെയും കൂട്ടക്കൊല. ഗാർഹിക കൊലപാതകങ്ങളിൽ ഈ സംഭവം അതിക്രൂരമായി തന്നെ വിലയിരുത്തി. അതിനും അപ്പുറത്തേക്കാണ് ചുറ്റികയ്ക്ക് അടിച്ചുകൊണ്ടുള്ള അഫാന്റെ കൊലകൾ. കൊലയ്ക്ക് ശേഷം കേഡൽ ചെന്നൈയിലേക്ക് പോയി. അവിടെ നിന്ന് തിരിച്ചെത്തിയപ്പോൾ പോലീസ് പിടികൂടിയ കേഡൽ ചിരിച്ച മുഖവുമായി കൈവിലങ്ങണിഞ്ഞ പോലീസിനൊപ്പം നീങ്ങി. ദുർമന്ത്രവാദമാണ് നന്ദൻകോട്ടെ കൊലപാതകത്തിന് കാരണമെന്നാണ് വിലയിരുത്തൽ. ഗാർഹികമായ കൊലപാതകങ്ങൾ മുമ്പില്ലാത്ത വിധം വർദ്ധിക്കുന്നതായി കേരള പോലീസും വിലയിരുത്തുന്നുണ്ട്. ഇതിൽ 80 മുതൽ 90% കൊലപാതകങ്ങളും മദ്യപാനത്തിന്റെയോ ലഹരി ഉപയോഗത്തിന്റെയോ പശ്ചാത്തലത്തിലാണ് നടക്കുന്നത്. പെട്ടെന്നുണ്ടാകുന്ന പ്രകോപനങ്ങളാണ് പലതിനും കാരണം. ഇത്തരം കൊലപാതക സാധ്യതകൾ മുൻകൂട്ടി മനസ്സിലാക്കി തടയാനും കഴിയുന്നില്ല. കുടുംബ ബന്ധങ്ങളുടെ തകർച്ച ഒരു പ്രധാന കാരണമാണ്. സുഹൃത്തുക്കൾക്കിടയിൽ ഉണ്ടാകുന്ന തർക്കങ്ങളും പെട്ടെന്നുള്ള കൊലപാതകങ്ങളിലേക്ക് നയിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം നടന്ന പല കൊലപാതകങ്ങളും ഇത്തരത്തിലുള്ളതാണെന്നും കേരള പോലീസ് വിലയിരുത്തുന്നു. ഗാർഹിക കൊലപാതകങ്ങളിലെല്ലാം സൈക്കോ ഫാക്ടർ വ്യക്തവുമാണ്. വെഞ്ഞാറമൂടിൽ സഹോദരൻ അഫ്സാനെ കൊലപ്പെടുത്തിയ ശേഷം പ്രതി അഫാൻ മൃതദേഹത്തിന് ചുറ്റും 500 രൂപയുടെ നോട്ടുകൾ വിതറി. എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്നുൾപ്പെടെ അന്വേഷിക്കുകയാണ് പോലീസ്. സ്വീകരണ മൊഴിയിൽ നിലത്ത് കിടക്കുകയായിരുന്ന നിലയിലായിരുന്നു മൃതദേഹം. അഫാനും അഫ്സാനും തമ്മിൽ 10 വയസ്സ് വ്യത്യാസമുണ്ട്. പിതാവ് വിദേശത്തായതുകൊണ്ട് പിതാവിന്റെ കരുതലോടെയാണ് അഫാൻ അനുജനെ സ്നേഹിച്ചിരുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. അഫ്സാന്റെ പഠനകാര്യത്തിലും ശ്രദ്ധിച്ചിരുന്നു. കൊലപാതകത്തിന് മുമ്പും അനുജന് കുഴിമന്തി വാങ്ങിക്കൊടുത്തിരുന്നു. മന്തിയുടെ ബാക്കിയും ശീതളപാനീയവും വീടിന്റെ വരാന്തയിലെ കസേരയിലുണ്ടായിരുന്നു. കടത്തിന്റെ പേരിൽ ബന്ധുക്കൾ വിമർശിച്ചതും പ്രണയത്തെ എതിർത്തതും അഫാന്റെ വൈരാഗ്യത്തിന് കാരണമായെന്നാണ് പറയുന്നത്. 2000 രൂപ ചോദിച്ചപ്പോൾ അമ്മ തരാതിരുന്നതാണ് പെട്ടെന്നുള്ള പ്രകോപനമെന്നും വിലയിരുത്തലുണ്ട്. അഫാൻ ലഹരി ഉപയോഗിച്ചുവെന്ന് കണ്ടെത്താനുള്ള പരിശോധനയുടെ ഫലം ഉടൻ വന്നേക്കും. കൊലയ്ക്ക് ശേഷം പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി അഫാൻ പറഞ്ഞ സാമ്പത്തിക ബുദ്ധിമുട്ട് എന്നത് ശരിയാണെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. വിദേശത്തുള്ള പിതാവിന്റെ ബിസിനസ് 8 വർഷമായി തകർച്ചയിലാണ്. നാട്ടിലേക്ക് വരാൻ സാധിക്കുന്നില്ല. ബന്ധുക്കളോടടക്കം പലരോടും കടം വാങ്ങിയിട്ടുണ്ട്. പലരും പലതവണയായി തിരിച്ചു ചോദിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തത് വിഷമമായി. ഇഷ്ടപ്രകാരമുള്ള അഫാന്റെ ജീവിതത്തിന് പലപ്പോഴും പണം ലഭിച്ചിരുന്നില്ല. ബൈക്കിൽ പെട്രോൾ അടിക്കാൻ പോലും പണമില്ലാതെ വിഷമിച്ചിട്ടുണ്ട്. സാമ്പത്തികവും ജോലിയുമില്ലാതെ ഫർസാനയെ വിവാഹം കഴിക്കാനാവില്ലെന്ന ബന്ധുക്കളും നിലപാടെടുത്തു. ഇതും ക്രൂര മനസ്സിലേക്ക് പോകാൻ കാരണമായി. പിതാവിന്റെയും മാതാവിന്റെയും ബന്ധുക്കൾ സഹായിക്കാത്തതാണ് സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്ന് കരകയറാൻ തടസ്സമെന്ന ചിന്തയും അഫാനുണ്ടായിരുന്നു. അഫാന്റെ മാനസിക നില വിദഗ്ധ ഡോക്ടർമാരുടെ സഹായത്തോടെ പരിശോധിക്കാൻ പോലീസ് ആലോചിക്കുന്നുണ്ട്. നന്ദി.